പടം കണ്ടുപോകുന്ന വഴിക്കാണ് നിരഞ്ജനെ കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് ആണ് വേണം. നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ബോളിവുഡ് സിനിമയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതാണ് കാണുന്നത്. ഈ ഒരു ജേർണി ശരിക്കും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വിലയിരുത്തല്ല, ഞാനിത് ബോളിവുഡിൽ എത്തിപ്പെട്ടതൊന്നും പ്ലാൻ ചെയ്തതല്ല. പക്ഷെ എൻ്റെ ഒരേ ഒരു പേർപ്പസ് ഞാൻ ഈ പറയുന്ന എക്സ്പെരിമെൻ്റ് ചെയ്യാനും പൈനിയർ ചെയ്യാനും വെഞ്ചർ ഔട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എവിടേക്കോ അധികം ആൾക്കാർ സഞ്ചരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചിലപ്പോൾ ആദ്യം എത്തും. നമ്മൾ അങ്ങനെയാണല്ലോ ഈ പറയുന്ന എന്താ പറയുക, മൗണ്ടൻ കയറുന്ന കഥ വരെ എങ്ങനെയാണല്ലോ നമ്മൾ ആദ്യം എത്തുന്ന ആളെന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു മത്സര ബുദ്ധിയോട് കൂടിയല്ല അത് ചെയ്യുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ അർഹിക്കുന്ന പരിഗണനകളോ അല്ലെങ്കിൽ നമ്മളുടെ ടാലൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ ടാപ്പ് ഇൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇതിനേക്കാൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ നമ്മൾ വെഞ്ചർ ഔട്ട് ചെയ്യാണ്. അങ്ങനെ ചെയ്ത് ഞാൻ ചെയ്യുന്ന കാര്യം നമ്മൾ ട്രൈ ടു കീപ് മൈസെൽഫ് അപ്ഡേറ്റഡ് അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് ഇൻ വേൾഡ് സിനിമ ഓർ ഇപ്പം ഞാൻ ഫാമിലി മാൻ വന്നത് എനിക്ക് 2018 അപ്പോൾ അന്നൊക്കെ OTT എന്ന് പറയുന്നത് വളരെ സുപരിചിതമല്ല, ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാൻ പോലും നമ്മുടെ കൊളീഗ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം സീരിയൽ പരിപാടി, സിനിമയിൽ നിന്ന് സീരിയലിലോട്ട് പോകണോ എന്നുള്ള ഞാൻ ഇത് ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വരെ ആൾക്കാർ മോക്കറിയായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. പക്ഷേ അതൊരു പക്ഷേ അത് നല്ല രീതിയിൽ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ റിസ്ക് ആയിരുന്നു. ഞാൻ 1 വർഷം ഞാൻ മാറി നിന്നു. പക്ഷേ അത്തരം റിസ്ക്കുകൾ എടുക്കാൻ സന്നദ്ധനായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിപ്പം മ്യൂസിക്കിലോട്ട് വെഞ്ചർ ഔട്ട് ചെയ്തപ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞ കോവിഡ് കാലത്താണ് ഞാൻ മ്യൂസിക്കിലേക്ക് വെഞ്ചർ ഔട്ട് ചെയ്യുന്നത്.